ധനവകുപ്പ് അംഗീകരിച്ച പ്രകാരമുള്ള സ്പോൺസർഷിപ്പ് ഫ്രെയിംവർക്ക് അംഗീകരിക്കും. സ്പോൺസർഷിപ്പ് പ്രകാരം ലഭിക്കുന്ന തുക സ്വീകരിക്കുന്നതിനും അത് വയനാട് പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനും ഒരു ഡെഡിക്കേറ്റഡ് ബാങ്ക് അക്കൗണ്ട് തുറക്കും. വയനാട് പുനരധിവാസ പദ്ധതിക്കായി CMDRF, SDRF, സ്പോൺസർഷിപ്പ്, CSR ഫണ്ട്, PDNAയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന കേന്ദ്ര സഹായം എന്നിവ വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റിനായി വിനിയോഗിക്കും. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് 2 ഘട്ടമായിട്ടാണെങ്കിലും പുനരധിവാസം ഒരുമിച്ച് നടപ്പിലാക്കും. അതായത് ഒരു കൂട്ടർ വീട് തകർന്നു പോയവരാണ്. ആ വീട് തകർന്നു പോയവർ ദുരന്തത്തിനിരയായി വീട് തകർന്നു പോയി, അവരെയാണ് പുനരധിവസിപ്പിക്കുന്നതിന് ആദ്യം മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് കാണുന്ന മേഖലയിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരും അവിടുന്ന് പുറത്താണ്, ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുക. അപ്പോൾ 2 ഘട്ടമായിട്ടാണ് കണക്കെടുക്കുന്നതെങ്കിലും പുനരധിവാസം ഒരേ ഘട്ടത്തിൽ തന്നെ ഈ 2 വിഭാഗത്തിനും ഒന്നിച്ച് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീടുകൾ വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരുടെ യോഗം ഇന്ന് ചേരുകയുണ്ടായി. 100-ലധികം വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത 38 സ്പോൺസർമാരുടെ യോഗമാണ് ചേർന്നത്. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൻ്റെ മോഡൽ യോഗത്തിന് മുൻപാകെ അവതരിപ്പിച്ചു. സ്പോൺസർമാർക്ക് പ്രത്യേക വെബ് പോർട്ടൽ നിലവിൽ വരും. ഓരോ സ്പോൺസർമാർക്കും നൽകുന്ന പ്രത്യേക ID നമ്പർ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാൻ കഴിയും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, രാഹുൽ ഗാന്ധി MPയുടെ പ്രതിനിധി, കർണാടക സർക്കാർ പ്രതിനിധി, DYFI, KCBC, നാഷണൽ സർവീസ് സ്കീം, ശോഭ സിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ തുടങ്ങിയവരാണ് പങ്കെടുത്തത്. പുനരധിവാസ പദ്ധതികൾക്ക് എല്ലാ പിന്തുണയും പ്രതിനിധികൾ വാഗ്ദാനം ചെയ്തു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ഇക്കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് മേൽനോട്ടം വഹിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ഇക്കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട്. ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ദുരന്തത്തെ L3 ആയി അംഗീകരിച്ചുവെന്നാണ് കേന്ദ്ര ആഭ്യന്തര ജോയിൻറ്റ് സെക്രട്ടറി കത്തിൽ പറയുന്നത്. കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചോ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനെക്കുറിച്ചോ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും തുക ചെലവഴിക്കാനായി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുന്നതിനെക്കുറിച്ചോ കത്തിൽ സൂചനകളില്ല. ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് 17-ന് ദുരിതാശ്വാസ മെമ്മോറാണ്ടത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 3 കാര്യങ്ങളാണ്. 1. മേപ്പാടി ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക, L3. 2. 1202.1 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ളതിനാൽ ദുരിതാശ്വാസത്തിനായി അടിയന്തര സഹായമായി 219 കോടി രൂപ നൽകുക. 3. ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ 13 പ്രകാരം ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുക. 2ാം ഘട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷം നവംബർ 13-ന് നൽകിയ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് റിപ്പോർട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 2221 കോടി രൂപ വേണ്ടിവരുമെന്ന് കണക്കാക്കുന്നു. ഈ ആവശ്യം പരിഗണിച്ച് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ പുതിയ സ്കീമായ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ പ്രകാരം പരമാവധി സഹായം നൽകുക. ദുരന്തമുണ്ടായി 1 മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ആദ്യ ആവശ്യം സംബന്ധിച്ച ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം പരിശോധിച്ച് ഈ ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമാണ് എന്ന് കണ്ടെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ നൽകിയിരുന്നു. ഹൈലെവൽ കമ്മിറ്റി കൂടാത്തതിനാൽ അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ട ഈ ശുപാർശ 2 മാസം വെളിച്ചം കണ്ടില്ല. ഹൈലെവൽ കമ്മിറ്റി യോഗശേഷം സംസ്ഥാനത്തിന് അയക്കുന്ന കത്തുപോലും ഡിസംബർ മാസത്തിലാണ് നൽകിയത്. പ്രസ്തുത കത്തിലും
അതിതീവ്ര ദുരന്തമാണോ എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ദിവസം മാത്രമാണ് മേപ്പാടി ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമാണ് എന്ന് കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചത്. ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ ഈ അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ UN സ്ഥാപനങ്ങൾ, NGOകൾ എന്നിവരിൽ നിന്നും ചില അധിക സാമൂഹ്യ സഹായം ലഭ്യമാക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും മേപ്പാടിക്ക് ശേഷം ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഇത് ഇനി എത്ര കണ്ട് ലഭിക്കുമെന്ന് അറിയില്ല. ആ ഒരു അവസരമാണ് ഈ കാലതാമസത്തിലൂടെ പ്രയാസത്തിലാകുന്നത്. പക്ഷേ തുറന്നുള്ള ശ്രമം സംസ്ഥാനം നടത്തുക തന്നെ ചെയ്യും. ഈ കത്തിലൂടെ കേരളത്തിൻ്റെ പ്രാഥമിക ആവശ്യം അംഗീകരിച്ചതിനാൽ തുറന്നു കിട്ടുന്ന അവസരങ്ങൾ സംസ്ഥാനം വിനിയോഗിക്കുക തന്നെ ചെയ്യും. കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ 25% വരെ ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കാനുള്ള സാധ്യത പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും.